ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ ചില ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് വേറെ ചില ടോപ്പിക്സ് ഒക്കെ ആയിട്ടാണ് ബ്രദർ ഡാമിയൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ, വചനത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. മനുഷ്യൻ്റെ വാക്ക്, അതിനെ വാഗ്ദാനം എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങൾ ചിലപ്പോൾ നടന്നെന്നിരിക്കും, നടന്നില്ലെന്നിരിക്കും. ഇനി നടത്തി തന്നാലും അവർ നടത്തി എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ ചില സമയത്ത് നമ്മളെ എന്താ പറയുക വേദനിപ്പിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും, ഉറപ്പാണ്. 2, ആ വാഗ്ദാനം അവൻ നടപ്പാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവനുണ്ടെങ്കിൽ പോലും അവനൊരിക്കലും ആ ക്രെഡിറ്റിൻ്റെ പേരിൽ നമ്മളൊരിക്കലും വേദനിപ്പിക്കുകയുമില്ല. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനവും മനുഷ്യൻ്റെ വാഗ്ദാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനമാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രോമിസസ് നിൽക്കുന്ന, അല്ലെ വാഗ്ദാനങ്ങൾ നിൽക്കുന്ന ദൈവവചനമാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വാഗ്ദാന വചനങ്ങൾ ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായ വിടുതലുകൾ, ദൂരവ്യാപകമായ വിടുതലുകളല്ല, ഏറ്റവും തൊട്ടടുത്ത് കാണപ്പെടുന്ന അതിശക്തമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. തുടർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദു ലക്ഷ്മിയാണ്. താങ്ക് യു ഇന്ദു. ദൈവം നൽകിയ സകല നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, സ്നാനമേൽക്കുവാൻ, മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സംരക്ഷണവും ദൈവികമായ ആരോഗ്യം ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ തന്നെ ഒരു കോ സ്പോൺസർ ഉണ്ട്, ഗുജറാത്തിൽ നിന്ന് സിസ്റ്റർ സുനിതയാണ്. താങ്ക് യു സിസ്റ്റർ സുനിത. ഇന്ന് മകൾ അഞ്ജനയുടെ വിവാഹമാണ്. വാവ്, ഹാപ്പി എന്താ പറയുക, ഒരു വെഡിങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ദിവസത്തിൽ ഒരു എല്ലാവിധമായ വിവാഹ ദിന മംഗളാശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം വളരെ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക അനുഗ്രഹത്താൽ, ദൈവകൃപയാൽ ആ വിവാഹം നടക്കുവാൻ, അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ സംരക്ഷണവും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക് വെൽക്കം ടു എ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക്. എല്ലാവരും ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഇനിയുള്ളവർ കൂടെ ജോയിൻ ചെയ്തോട്ടെ. ടി വിയിൽ കാണുന്നവർ ഇത് മറ്റുള്ളവരോട് കൂടെ പറയണേ, ഈ സമയത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, പിശുക്കരുത്, സ്വാർത്ഥത കാണിക്കരുത്, പറയണം. കൂടാതെ യൂട്യൂബിലൊക്കെ കാണുന്നവർ മറ്റുള്ളവർക്ക് ഈ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ടൊക്കെ വന്നിടുക. ഒത്തിരി പേര് ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കും എന്ന് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തെളിയിച്ചതാണ്. ഞാനിന്ന് നിങ്ങളോട് വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. 2 കാതും എനിക്ക് തരണം. സംസാരിക്കുന്നത് ബാറ്റിൽസ് ആൻഡ് വാർസ്, ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളും. യുദ്ധം എന്ന് പറയുമ്പോൾ ഒത്തിരി യുദ്ധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മാസങ്ങൾ നീണ്ടെന്നിരിക്കും, വർഷങ്ങൾ നീണ്ടെന്നിരിക്കും, ചിലപ്പോൾ ദിവസങ്ങളെ ഉണ്ടാകും. മൊത്തത്തിൽ അത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് യുദ്ധം. ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് പട്ടാളക്കാർ പല രീതിയിൽ ഏറ്റുമുട്ടലുകൾ നടത്തും. സോ ദർ ആർ മെനി ബാറ്റിൽസ് ഇൻ വൺ വാർ. ഒറ്റ യുദ്ധം, അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഏറ്റുമുട്ടലുകൾ നടക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. യുദ്ധം ഒന്നാണ്, എന്നാൽ അതിനകത്ത് ഏറ്റുമുട്ടലുകളുണ്ട്. 6 ഡേ വാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്ത ഒരു 6 ഡേ വാർ. എന്നാൽ
ചില സ്ഥലത്തുള്ള ഈ യുദ്ധം ഇതുവരെ നിന്നിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ളത് നമുക്കറിയാം. ഇതുപോലെ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. കുറേ വാർത്തകൾ നമ്മൾ കേൾക്കും. ചിലപ്പോൾ യുദ്ധങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ഇതിനിടയിൽ പലയിടങ്ങളിൽ വെച്ചാണ് ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ കാലാൾപ്പട ഏറ്റുമുട്ടുന്നു, കുതിരപ്പട വേറെ സ്ഥലത്തായിരിക്കും ഏറ്റുമുട്ടുന്നു, വേറൊരു ലൊക്കേഷനിലായിരിക്കും. അതിർത്തി സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം. എന്നാൽ ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം ജയിക്കും, ഒരു ടീം ജയിക്കും. എന്നാൽ അതിനു മുൻപ് ഏറ്റുമുട്ടലുകളിൽ ജയിക്കുന്ന ടീം പോലും പലപ്പോഴും പരാജയപ്പെട്ടെന്നിരിക്കാം. എന്ന് വെച്ചാൽ ബാറ്റിൽസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട അവിടേക്കുള്ള ഏറ്റുമുട്ടലുകളാണ്. അതിൽ തോറ്റാലും ആത്യന്തികമായി യുദ്ധം ജയിക്കുന്നത് ഒരു രാജ്യമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പല ഏറ്റുമുട്ടലുകളിൽ തോറ്റാൽ പോലും ആ തോറ്റവർ ആത്യന്തികമായി യുദ്ധം ജയിച്ചെന്നിരിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ പല ബാറ്റിൽസിൽ അവർ തോറ്റിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു യുദ്ധത്തിൽ അവർ ജയിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പല മേഖലകളിൽ കൊച്ചു പലതിലും നമുക്ക് തോൽവികൾ ഉണ്ടാകാം. പക്ഷെ ആത്യന്തികമായി നാം ജേതാക്കളാണ്, നമ്മൾ യുദ്ധം ജയിച്ചവരാണ്. അത് പറയാൻ കാരണം, യുദ്ധം ഓൾറെഡി ജയിച്ച് കഴിഞ്ഞതാണ്. ജീസസ് ഹാസ് വൺ ദ വാർ. ജീസസ് ഹാസ് വൺ ദ വിക്ടറി. കർത്താവ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത്, വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് പോരാടുകയല്ല, ജയിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അടരാടുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി അവന് യുദ്ധം നടത്തി, അവൻ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു. എന്നാൽ ആ ജയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോരാടേണ്ടത്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അതുപോലെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ഒക്കെയാണ്. ഒരു 4 കാറ്റഗറി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ നമ്മൾ പോരാടുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി യുദ്ധം ജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ദാറ്റ് ഇസ് എ ഫാക്ട്. ചില വചനങ്ങൾ വായിച്ചോട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10:21. അറ്റ് ദാറ്റ് ടൈം, എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അറ്റ് ദാറ്റ് ടൈം ജീസസ്, ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്, സെഡ്, I praise you, Father, Lord of heaven and earth, because you have hidden these things from the wise and learned and revealed them to little children. Yes, Father, for this is what you are pleased to do. അപ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. കണ്ടോ, അറ്റ് ദാറ്റ് ടൈം ജീസസ് ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ ഒറിജിനലി അതിൻ്റെ ഫുൾ മീനിങ് എന്ന് പറയുന്നത്, യേശു കർത്താവ് ആത്മാവിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി വട്ടം കറങ്ങി പറഞ്ഞു എന്നൊരർത്ഥമാണ്. He leaped up and down and he turned around in a dancing mode and said this. അതുപോലെ പരിശുദ്ധാത്മ നിറവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി കറങ്ങി യേശു പറഞ്ഞൊരു കാര്യമാണ്. എന്താണത്? I praise you, Father, Lord of heaven and earth. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു. കാരണമുണ്ട്. ബിക്കോസ് യു ഹാവ് ഹിഡൻ ദീസ് തിങ്സ്. നീ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിരിക്കുന്നു. ഫ്രം ദ വൈസ് ആൻഡ് ദ ലേൺഡ്. വളരെ ജ്ഞാനികൾക്കും വിവേകികൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ഇത് മറച്ചു വച്ചിട്ട് നീ ഇത് റിവീൽ ദം ടു ലിറ്റിൽ ചിൽഡ്രൻ, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് മാർമികമായ ഒരു രഹസ്യമാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ
ഒക്കെ ലഭിക്കുന്നത് ഈ ലോകത്തിലെ സ്കോളേഴ്സിനല്ല, ജ്ഞാനികൾക്കല്ല, ഒത്തിരി PhD എടുത്തത് കൊണ്ടോ ഒരു ലിവിങ് എൻസൈക്ലോപീഡിയയായി ജീവിച്ചത് കൊണ്ടോ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഒരിക്കലും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തെന്നിരിക്കും. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ജ്ഞാനികളുടെ കുഴപ്പം അവർ പഫ്ഡപ്പായി തീരും. എനിക്കെല്ലാം അറിയാം, ഈ ബൈബിളൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഈ പഴഞ്ചൻ പുസ്തകങ്ങളൊന്നുമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ് സയൻസും ഇവിടുത്തെ ന്യൂക്ലിയർ സയൻസും ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ എനിക്കറിയാം, അതിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെട്ടതാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ദൈവത്തെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുമ്പോൾ കർത്താവ് പറയാ, യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് പറയാം, ഇതൊക്കെ നീ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശിശുക്കൾക്കാണ്, ലിറ്റിൽ ചിൽഡ്രൻ, കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ്. അതിൻ്റെ അർത്ഥം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഒരു ചൈൽഡ് ലൈക്ക് ക്യാരക്ടറുള്ള, ചൈൽഡിഷ്നെസ് അല്ല ഉദ്ദേശിക്കുന്നത്, കുട്ടിത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, ശിശുക്കളെപ്പോലെ വിശ്വസിക്കുന്ന നിഷ്കളങ്ക ഹൃദയമുള്ള റിസെപ്റ്റിവിറ്റി ഉള്ളവർക്കാണ് നീ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യെസ് ഫാദർ, ഫോർ ദിസ് ഈസ് വാട്ട് യു ആർ പ്ലീസ്ഡ് ടു ഡു. പിതാവേ, അങ്ങനെയല്ല നിനക്ക് പ്രസാദം തോന്നിയത്. എന്തിനെക്കുറിച്ച് ഇത് പറയുന്നത്? ഈ 21-ാമത്തെ വചനമാണ് നമ്മൾ വായിച്ചത്. 18 മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. He replied, I saw Satan fall like lightning from heaven. സാത്താൻ മിന്നൽ പോലെ, ഇടിമിന്നൽ പോലെ മുകളിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് കർത്താവ് പറയാം, I have given you authority to trample on snakes and scorpions and to overcome all the power of the enemy. Nothing will harm you. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എന്തിന്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, വെറുതെ ചവിട്ടുകയല്ല, ചവിട്ടി മെതിക്കുവാൻ. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം. ട്രാമ്പിൾ എന്നുള്ള വേർഡാണ്. ചവിട്ടി അതിൻ്റെ മേൽ സംഹാര താണ്ഡവം ആടുവാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേക്സ്, സ്കോർപ്പിയൻസ് എന്നൊക്കെ പറയുന്നത്, അതിനുശേഷം ഓൾ ദ പവർ ഓഫ് ദി എനിമി, ശത്രുവിൻ്റെ സകല ബലത്തെയും. ശത്രു എന്നവിടെ പറയുന്ന എല്ലാവർക്കും അറിയാം, ലൂസിഫർ, സൈറ്റൻ, ദ ഡെവിൾ. പിശാചിനെയാണ് ശത്രു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായിട്ട് നിൽക്കുന്നത് പിശാച്. അപ്പോൾ അതിലാണ് ആൻഡ് എന്ന് പറയുന്നത്. സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് ആൻഡ്. അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിലേക്കാണ്? പൈശാചിക ശക്തിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വെറൈറ്റികളാണ് സ്നേക്സ്, സ്കോർപ്പിയൻസ്. അതല്ലാതെ ഇവിടെ ഇഴഞ്ഞു നടക്കുന്ന പാമ്പിനെ കുറിച്ചോ തേളുകളെ കുറിച്ചോ ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പാമ്പുകളെ പോലെ പ്രവർത്തിക്കുന്ന, തേളുകളെ പോലെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ. പൈശാചിക എന്ന് വെച്ച് അതിനുശേഷം ഓവർകം ഓൾ ദ പവർ ഓഫ് ദി എനിമി. പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽ നാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 058-546-2400 or 050-932-6343. ഇത് പറഞ്ഞാൽ വളരെ ജ്ഞാനിയായ PhD ഒക്കെ ഉള്ള ഒരാൾ, സ്കോർപ്പിയൻ, what is that? Snake, what is that? What do you mean? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം പറയുന്നത്, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർക്കിത് മനസ്സിലാവില്ല.
ലോകത്തിലെ പണ്ഡിതന്മാർക്ക് ഒരു നല്ലൊരു സയൻറ്റിസ്റ്റിൻ്റെ അടുക്കൽ ചെന്ന് ഈ വചനം പറയുകയാണ്. യേശു കർത്താവ് നോക്കിയപ്പോൾ സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് കണ്ടു. വാട്ട്? സാത്താൻ ഇടിമിന്നൽ പോലെ വീഴുന്നു? സാത്താനെ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയുമോ? എന്തൊക്കെ റബ്ബിഷ് എഴുതി വച്ചിരിക്കുന്നു. ഇതേ അവർ ചിന്തിക്കും, അവരുടെ ലോജിക്ക് അത്രേ ഉള്ളൂ. എന്നാൽ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം നത്തിങ് വിൽ ഹാം യു. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ആത്മീയമായ വെളിപാടുകൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനെക്കുറിച്ച്, സാത്താൻ ആരാണ് എന്ന് മനസ്സിലാക്കി വിവേചിക്കുവാനുള്ള കഴിവ്, ഇതെല്ലാം ദൈവം ഒരിക്കലും ജ്ഞാനികൾക്കോ അഭ്യസ്ത വിദ്യർക്കോ അല്ല കൊടുത്തിരിക്കുന്നത്, പകരം ശിശുക്കൾക്കാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെ വായിക്കുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം അവർക്കുള്ളതാണ്. പിന്നെ പറയുന്നത് ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഫോർ ദേ ഷാൽ സീ ഗോഡ്, അവർ ദൈവത്തെ കാണും. അപ്പം ദൈവത്തെ കാണുന്നത് വെളിപ്പാടിലായാലും ആത്മീയ കണ്ണുകളിലൂടെ ആയാലും ദൈവത്തെ കാണുന്നത് ആരാണ്? പ്യൂർ ഇൻ ഹാർട്ട്, ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ, നിഷ്കളങ്കതയുള്ളവർ. അതാരാ? ശിശുക്കൾ, കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് നോട്ട് ഫോർ ആഡൽട്ട്സ്. നമ്മൾ ഈ ആഡൽട്ട്സ് ഓൺലി സിനിമകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, മുതിർന്നവർക്ക് മാത്രമേ കാണാവൂ, കൊച്ചുകുട്ടികൾക്കൊന്നും അതിൽ കയറാൻ പാടില്ല, കാരണം മുതിർന്നവർക്കുള്ള ടൈപ്പാണ്. അങ്ങനെയുള്ള തിയേറ്റർ ഷോകളുണ്ട്. എന്നാൽ സ്വർഗത്തിൻ്റെ പ്രത്യേകത അഡൽട്ട്സ്, ഇത് ചിൽഡ്രൻ ഓൺലിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ. യോഹന്നാന്റെ സുവിശേഷം 3-ലല്ല, ഒരു ശിശുവിനെ കൊണ്ട്, എനിക്കൊന്ന് ലോക്കോസ് 18-ലാണ് തോന്നുന്നു, ഒരു ശിശുവിനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യോഹന്നാൻ 3-ൽ പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ശിശുവായി ജനിക്കണം, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാനോ പിന്നീട് പറയുന്നതിൽ പ്രവേശിക്കാനോ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം ചിലപ്പോൾ ഇല്ലെന്ന് തോന്നുന്ന, സമൂഹത്തിൽ പേരെടുക്കാത്ത, എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന ചില വിധവമാരോ ഭയഭക്തിയോടെ ജീവിക്കുന്ന ചിലർക്കൊക്കെ ആയിരിക്കും ദൈവം സ്വർഗരാജ്യ മർമ്മങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള അറിവും കൊടുക്കുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു വാഗ്ദത്തം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ പാമ്പുകളും തേളുകളും ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഇത് കേൾക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൈശാചിക ശക്തികൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം പൈശാചിക ശക്തികൾക്കുള്ള അധികാരം നാം കൊടുക്കുന്ന അധികാരമാണ്. ദൈവം അധികാരം കൊടുത്തിട്ടില്ല, മനുഷ്യൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തതാണ്. ഒരു കുഞ്ഞ് വീടിൻ്റെ പുറത്തേക്കിറങ്ങി ഒരു അപ്പക്കഷ്ണം തിന്നുകൊണ്ടിരിക്കുക. ഉടനെ ഒരു കാറുത്ത കരിങ്കാക്ക വന്ന് ഇതിങ്ങനെ കൊത്തിപ്പറിച്ചുകൊണ്ട് അയ്യോ കൊണ്ടുപോയി. കുഞ്ഞ് കൊടുത്തതാണോ? നോ. കുഞ്ഞിൻ്റെ അമ്മയോ അപ്പനോ കൊടുത്തതാണോ? നോ. തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇതുപോലെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് മനുഷ്യന് ദൈവം കൊടുത്ത ഈ ഭൂമിയിലെ അധികാരത്തെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോയത്. നാം കൊടുക്കുന്ന അധികാരമേ പിശാചിനുള്ളൂ, അതല്ലാത്തൊരു അധികാരമില്ല. അതിൻ്റെ അർത്ഥം ഒരാൾ വിശ്വസിക്കുകയാണ് എൻ്റെ കഴുത്തിന് ചുറ്റും കയറി പിടിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ നീ അധികാരം കൊടുത്തു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും. അതിനുവേണ്ടി വലിയ ഭൂതശാന്തിക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ആർക്കും
പറയാം, പോകാം, ഗുഡ് ബൈ, ഗുഡ് ബൈ പറയാം. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. അതിനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം 20ാമത്തെ വചനത്തിൽ, however, do not rejoice that the spirits submit to you. ഇങ്ങനെ ഈ ദുരാത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല സന്തോഷിക്കേണ്ടത്. But rejoice that your names are written in heaven. The more important thing is that your names are written in heaven. സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട്, സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ, ദ ലാംസ് ബുക്ക് ഓഫ് ലൈഫ്, അതിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പൻ. ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുന്നതിനേക്കാൾ, കീഴടങ്ങുന്നതിനേക്കാൾ, പൈശാചിക ശക്തികളെ ട്രാമ്പിൾ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ഒരിക്കലും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുകയില്ല. പകരം അവർ നിത്യ യുഗങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കും. അവരൊരിക്കലും നശിക്കുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കും, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം. എന്ത് ജീവൻ? എല്ലാവരും ഒന്ന് പറഞ്ഞ നിത്യജീവൻ. ലൈഫ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് ഇടാമോ? നിത്യജീവൻ, എവർ ലാസ്റ്റിംഗ് ലൈഫ്, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും നിൽക്കാത്ത നിത്യജീവൻ അവർ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ നൽകുവാൻ തക്കവണ്ണം അവൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ കാര്യം, അതായത് 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ, ലൂക്കോസ് 10:18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ, ഒന്ന്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ചിലർ പറയുന്ന ആദ്യം വീണതിനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ പറയുന്ന ഈ 70 പേർ പോയി അവിടെ ഭൂതങ്ങളെ പുറത്താക്കുകയും ശുശ്രൂഷകളെല്ലാം ചെയ്ത സമയത്ത് വീണതായിട്ട് പറയുന്നു. ചിലർ പറയുന്നത് ഭാവിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലൊരു വീഴ്ചയാണ്. ഇതേതായാലും സാത്താൻ വീണു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, സാത്താൻ വീണുപോയി. അവൻ വീണുപോയ ദൂതനാണ്. അവന് വീഴ്ച സംഭവിച്ചു. അവൻ്റെ വീഴ്ച കൊണ്ട് അവന് ഒരുപക്ഷെ തൃപ്തി വരാതെ മനുഷ്യനെയും കൂടെ അങ്ങ് വീഴ്ത്താൻ അവനൊരു ശ്രമം നടത്തി. അതിൽ അവൻ ജയിച്ചു. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സദ്വാർത്ത എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ ചില തോൽവികൾ സംഭവിച്ചെന്നിരിക്കട്ടെ. ചില പാപങ്ങളിലൊക്കെ വീണുപോയി, ചില ജീവിതത്തിലെ പല മേഖലകളിൽ വീണുപോയി, ഏറ്റുമുട്ടലുകളിലൊക്കെ ചില പരാജയങ്ങൾ ഉണ്ടായി. നോ പ്രോബ്ലം. യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഞാനത് തുടങ്ങിയപ്പോൾ പറഞ്ഞത്, there are many battles in a war. The war is already won. You may lose some of the battles, but the ultimate victory is already won. It is yours. കർത്താവ് ഓൾറെഡി ആത്യന്തികമായ ജയം നേടിയെടുത്ത് വച്ചിരിക്കുകയാണ്. സാരാംശം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ പരാജയപ്പെട്ടാലും, തൊപ്പിയിട്ട് തുന്നമ്പാടി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കരുത്. ഇനി ഒരിക്കലും ജയിക്കാൻ വേണ്ടി കിടന്ന് പോരാടേണ്ട ഒരാവശ്യമില്ല. ജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പോരാടുന്നത്, ജയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പോരാടുകയാണ് എന്ന് പറഞ്ഞാൽ ജയിച്ചു. പക്ഷെ പലപ്പോഴും പിശാച് തോൽവി സമ്മതിക്കില്ല. അതുകൊണ്ടല്ലേ പിശാച് ഇന്നും കാൽവരി ക്രൂശിൽ തലമണ്ട തകർത്തിട്ടും ഇന്നും നാണമില്ലാതെ പിശാച് അവരുടെയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം, ഇതുവരെ പിശാച് തോൽവി സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവമക്കളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ അലോസരപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിരിക്കുന്നൊരു സത്യം ശിശുക്കളെ പോലെയുള്ളവർക്ക് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീണു. 2,
പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുമുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നു. 3, ഇവയ്ക്ക് ഒരു ദോഷവും നമുക്ക് വരുത്താൻ സാധ്യമല്ല. 4, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം തോൽക്കുന്ന ജയിക്കുന്ന ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. സ്വർഗത്തിൽ പേരെഴുതി. അതുകൊണ്ട് സന്തോഷിക്കുക. ഒന്നിലും ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങളുടെ യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയങ്ങളെ നോക്കി ചിരിച്ചോണ്ട് മുന്നിലേക്ക് പോവുക. വിക്ടറി ഈസ് ഓൾറെഡി വൺ. ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് ലോകരാജ്യങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുന്ന വലിയ ദൗത്യത്തിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം. ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. കൂടാതെ ഒത്തിരി പ്രോജക്റ്റുകൾ നമുക്കുണ്ട്. അതിലൊക്കെ ഒന്ന് പങ്കുചേർന്നാൽ we can do great things in the world for the Lord, for the kingdom. സ്ക്രീൻ നമ്പറിലൊക്കെ വിളിച്ച് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്, വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽ നാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 058-546-2400 or 050-932-6343. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഉറക്കം ഒരു വലിയൊരു ദണ്ഡനം പോലെ ആയിരിക്കുന്നു. പിന്നെ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയന്നാണ് എഴുന്നേൽക്കുന്നത്. അതുപോലുള്ള ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദുസ്വപ്നങ്ങൾ മാറിപ്പോട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഈ ഹിപ്പ് ജോയിൻറ്റിന് പ്രയാസമുള്ള, അരക്കെട്ടിൻ്റെ അവിടെ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നൊരു പക്ഷേ ആ ഹിപ്പിൻ്റെ അവിടെ ഒരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകളിങ്ങോട് നീട്ടിപ്പിടിക്കാമോ? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിലും ഒരു വിടുതൽ ഉണ്ടാകട്ടെ. സ്മിത എന്ന് പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ചിലരുടെ ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് പെയിനുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇവിടെ നിന്നുള്ള എന്തോ നേഴ്സിന് എന്തോ പ്രോബ്ലം ഉണ്ടാകുകയോ അങ്ങനെ എന്തോ സംഭവം യേശുവിൻ്റെ നാമത്തിൽ ആ കൈകളിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ആ വിരലുകളൊക്കെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യട്ടെ. കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പ്രാർത്ഥിച്ചതെന്നാൽ നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം. ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.